ആണ്. പ്രിയപ്പെട്ട കെ ടി ജലീൽ MLA കച്ചേരിപ്പറമ്പിൻ്റെ മണ്ണിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA തവനൂർ മണ്ഡലത്തിൻ്റെ സുൽത്താൻ കെ ടി ജലീൽ ഇതാ കടന്നു വരികയാണ്. വെൽക്കം വെൽക്കം. വെരി ഗുഡ്. അതെ ലൈവാണ് പോണേ. കെ ടി ജലീൽ നമ്മളെ വാർഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സഖാക്കൾ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. തവനൂർ മണ്ഡലത്തിൻ്റെ MLA, തവനൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഇതാ കടന്നു വരികയാണ്. മുസ്തഫ വാജി. മുസ്തഫ എന്താണ് മുസ്തഫ ഒന്നര കേൾക്കണേ. എന്താ മുസ്തഫ മുസ്തഫ മറ്റേ ജലീലിന്റെ ആളാ. ഉണ്ട് ഇവിടെ കണ്ടിന്ന് 2 ദിവസം പോന്നല്ലോ. ഇവിടെ ജലീലാണ് പേര്. ഓ തവനൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയാണ് കെ ടി ജലീൽ. നമ്മുടെ വാർഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ കടന്നു വരും. നീലി ചേച്ചി കൊന്നപ്പൂക്കൾ നൽകിക്കൊണ്ട്. ില് ഞങ്ങൾ എല്ലാവരും യാദൃശ്യമായിട്ട് ഫോട്ടോ എടുക്കുമ്പോഴും കേൾക്കാം. ഞങ്ങൾ കിട്ടുകയാണെങ്കിൽ മതി. പ്രിയമുള്ളവരെ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ ഡോക്ടർ കെ ടി ജലീൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ഇവിടേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്ത് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥി, പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഡോക്ടർ കെ ടി ജലീലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഈ വിനീതനാണ്. കഴിഞ്ഞ 15 വർഷം ഞാൻ ഈ പ്രദേശത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. MLA ആയോ അതുപോലെ തന്നെ മന്ത്രിയായിട്ടോ ഒന്നുമല്ല. നിങ്ങളിലൊരാളായി, നിങ്ങളുടെ ഒരു സുഹൃത്തായി, നിങ്ങളുടെ ഒരു സഹോദരനായി ഒരുപാട് വികസന പദ്ധതികൾ നമുക്കിവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്.
കച്ചേരിപ്പറമ്പിലേക്കുള്ള ഈ റോഡ് ആരംഭിക്കുന്ന സ്ഥലം മുതൽ കോൺക്രീറ്റ് ചെയ്ത സ്ഥലം ഉൾപ്പെടെ നമ്മളുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ ഈ പ്രദേശത്താണ് നമ്മുടെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ആ കോളേജിന് 10 കോടി രൂപ ചെലവിൽ വലിയ കെട്ടിടം നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് നിങ്ങളുടെ MLA ആണ്. 16 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് മിനി പമ്പയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ നിങ്ങളുടെ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ലോറി അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോറി നമ്മൾ ചിഹ്നമാക്കിയത് വോട്ട് അത്രയും കൂടുതൽ നമുക്ക് കിട്ടും. ആ വോട്ടെല്ലാം കൂടി ലോഡാക്കി ലോറിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകണം. അതിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകളെ ലോറി അടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.